ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിത് തീർച്ചയായും ഒരു വഴികാട്ടിയായിരിക്കും. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായവും അനുഭവവും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എല്ലാ ദിവസത്തെയും യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നെ കാണുന്ന എല്ലാവർക്കും വഴികാട്ടിയായിരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഇന്നിവിടെ കാണുന്ന റീഡിങ്ങുകളിൽ പ്രധാനമായിട്ടും കൂടുതലായി വന്നിരിക്കുന്നത് ഫയർ സൈനും എർത്ത് സൈനുമാണ്. ഫയർ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കണം. കൂടുതലായിട്ട് നിങ്ങൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങളിൽ, അതായത് നിങ്ങളുടെ കരിയർ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലൊരു പ്രാധാന്യം കൽപ്പിക്കുക എന്നും, പിന്നെ എർത്ത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയെ സംബന്ധിക്കുന്നതാണ്, പെൻഡിക്കിൾസിൽ പെടുന്നതാണ്. അത് മണി ഓറിയൻറ്റഡ് ആയ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളിൽ കൂടുതലായിട്ട് വന്നു ചേരുന്നത്. അതായത് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കൂടുതൽ അധ്വാനം, സാമ്പത്തികമായൊരു കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി കൂടുതൽ അധ്വാനം, ഫിസിക്കലി ഒന്ന് ഫോക്കസ്ഡ് ആയിരിക്കണമെന്ന്, അതായത് കരിയറിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഇന്ന് ഇച്ചിരി ഫോക്കസ്ഡ് ആയിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സാമ്പത്തികമായ ഒരു അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തികമായൊരു കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കാതെ ഒന്ന് കൈകളിൽ വരാൻ വേണ്ടി നിങ്ങളൊന്ന് കരിയർ സംബന്ധമായ കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ പുലർത്തണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പഴയ കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് അതെന്തോ ഒരു പ്രോബ്ലം മനസ്സിലിങ്ങനെ കിടന്ന് തികട്ടുന്നുണ്ട്. ഇന്ന് ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാമ്പത്തികം ചിലവഴിക്കേണ്ട ദിവസമാണ്. അതായത് നിങ്ങൾക്ക് ഇന്നെന്തോ കേസ് സംബന്ധമായ കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ഇറങ്ങിത്തിരിക്കേണ്ട ദിവസമാണ്. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റും ജസ്റ്റിസൊക്കെ കിട്ടേണ്ട ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ പ്രോബ്ലംസ്, എന്തെങ്കിലും ഒരു കരിയർ സംബന്ധമായ പ്രശ്നത്തിനോ എന്തിനോ ഒരു മധ്യസ്ഥം വഹിക്കുകയും അതിന് നിങ്ങൾ ചെയ്ത ഫലം, നിങ്ങൾ എന്താണോ ചെയ്തത് അതിന് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലൊരു ജഡ്ജ്മെൻറ്റ് ലഭ്യമാവുകയും ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നമ്മൾക്ക് തിരിച്ച് അതിനർഹമാകുന്ന ഒരു നീതി ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് വിജയമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ സത്യസന്ധമായും വിശ്വസിച്ചും ചെയ്ത എന്ത് കാര്യമാണേലും ആ കാര്യത്തിന് ഇന്ന് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, നല്ല ബാലൻസോടുകൂടി നിങ്ങൾക്ക് തന്നെയാണ് ഇന്ന് നീതി ലഭിക്കാൻ പോകുന്നത്. വേറെ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇവിടെ വരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ നല്ല സ്കിൽസ് ഉള്ളവരും കഴിവുള്ളവരുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് വ്യക്തിയുടെ മുമ്പിലാണോ നിങ്ങളുടേതായ ഒരു ആവശ്യത്തിന് മധ്യസ്ഥം വഹിക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം സാമ്പത്തികമായ കാര്യത്തിൽ, അതായത് നിങ്ങൾക്ക് എവിടുന്നോ നിങ്ങൾക്ക് ധനം ലഭിക്കാനുണ്ട്. നിങ്ങൾക്ക് ആരുടെയോ കയ്യിൽ നിന്നും ഇന്ന് സാമ്പത്തികമായൊരു ഹെൽപ്പ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ആ പരിഹാരം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായും ഒരു ഉന്നതി, അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയോ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഇപ്പം ശമ്പളമൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതോ അതല്ലെങ്കിൽ വല്ല സ്വത്ത് തർക്കമായ രീതിയിലുള്ള ഒരു കേസ് സംബന്ധമായ കാര്യത്തിനോ എന്ത് കാര്യത്തിനാണെങ്കിലും, ഇല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൊടുക്കൽ വാങ്ങൽ നടത്തിയെടുത്തുന്നതിൽ നിങ്ങളുടെ ശരിക്കും അധ്വാനത്തിൽ നിന്നും നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത പൈസ എന്തായാലും നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തത് ഇന്ന് നിങ്ങൾക്ക് നീതിപൂർവമായി അത് തിരിച്ച് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ഫലമായി നിങ്ങൾ ഇമോഷണലി നിങ്ങളൊരു പുതിയ തുടക്കം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കം, പുതിയൊരു ബന്ധമുണ്ടാവുകയാണ് അതിൻ്റെ ഫലമായിട്ട് ഇന്ന്. നിങ്ങൾ ഇമോഷണലി ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന ദിവസമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങി വെക്കാൻ തീരുമാനിക്കുന്നു, ആലോചിക്കുന്നു. ഈ പൈസ നിങ്ങളുടെ കൈകളിൽ, ധനം നിങ്ങളുടെ കൈകളിൽ ഇന്ന് എത്തുകയും നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആ കാര്യത്തിന് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു മോശം വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ടായത്. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുമായിട്ടുണ്ടായ വളരെ നെഗറ്റീവ് വശമുള്ള ഒരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇന്ന് ജഡ്ജ്മെൻറ്റോടു കൂടി അവസാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ നീതി ലഭിക്കുകയാണ് ഇന്ന് ഈ കാര്യത്തിന്. നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന്, ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യത്തിന് ഒരുപാട് സ്വപ്നം കണ്ട് നിങ്ങൾ ആർക്കെങ്കിലും പുറം രാജ്യങ്ങളിൽ പോകാനും മറ്റും ക്യാഷ് കൊടുത്തതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന്, എന്തു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് നൽകിയ ആ ഒരു ഫോക്കസ് ചെയ്ത്, കരിയറിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുടക്കിയ ധനം നിങ്ങൾക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് പുതിയൊരു കാര്യം തുടരാൻ പറ്റുകയും ചെയ്യുന്നു. മെയിനായിട്ടും ഇതൊരു നെഗറ്റീവായ, വളരെ മോശമായൊരു വ്യക്തിയുടെ കയ്യിലൊരു നെഗറ്റീവ് എനർജി ഉള്ള, നന്മ തിന്മകളെ തിരിച്ചറിയാതെ പെരുമാറുന്നൊരു വ്യക്തിയുടെ കൈകളിലായിരുന്നു നിങ്ങൾ ചെന്നെത്തിയിരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ നോക്കുക. ഈ എന്തെങ്കിലും ഒരു കാര്യത്തെ ചിന്തിച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചിന്തിക്കുക. ആദ്യത്തെ ഫയൽ വെച്ചിരിക്കുന്ന എസ് ഓർ നോയ്ക്കാണ്. രണ്ടാമത് ഞാൻ വെച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ആവശ്യം ഏഞ്ചലിനോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏഞ്ചലിനോട് ആവശ്യപ്പെടുക. ഏഞ്ചൽ നിങ്ങൾക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. മൂന്നാമത് നിങ്ങൾക്ക് ഏഞ്ചൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡിനകത്ത് നിങ്ങൾ ചോദിച്ച എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ, വേണോ വേണ്ടയോ, അങ്ങനെ ഇപ്പം ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ തന്നെ അതിന് പോകണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുടക്കിയതിന് നിങ്ങൾക്കിവിടെ ഏഞ്ചൽസ് നൽകുന്നത് യെസ് എന്നാണ്. നിങ്ങൾ ആ കാര്യം ചെയ്തോളൂ എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്. എന്ത് കാര്യമാണോ നിങ്ങൾ എസ് ഓർ നോ ക്വസ്റ്റ്യനായിട്ട് ഏഞ്ചൽസിനോട് ചോദിച്ചത്, അത് യെസ് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ രണ്ട് കൈയിലും ബാലൻസ്ഡ് ആണ്. നിങ്ങൾക്ക് ഡിവൈൻ്റെ എല്ലാ ഹെൽപ്പും ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏഞ്ചലിനോട് ചോദിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ആ ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നു മുതൽ എന്ത് കാര്യമാണോ നിങ്ങൾ ഏജൻറ്റിനോട് ആവശ്യപ്പെട്ടത് അതിന് തന്നിരിക്കുന്ന മറുപടി. അതായത് അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ച കാര്യം ഈ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ സംഭവിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ തുടരുകയും സ്വയം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആഗ്രഹ പൂർത്തീകരണത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുക. ആ ഒരു കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതായത് നിങ്ങൾ ഈ ആഗ്രഹിച്ച കാര്യത്തിന് ആരിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അത് മറ്റുള്ളവരിലൂടെയാണ് അത് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ വിശ്വസിക്കുന്ന കാര്യം നിനക്ക് സാധിക്കുമെന്നും, നീ പോസിറ്റീവായ ചിന്തയിലൂടെ പ്രതീക്ഷിക്കുക, നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്നിലേക്ക് തന്നെ വരും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നമ്മളത് അഗാധമായിട്ട് ആഗ്രഹിക്കുക. ആ ആഗ്രഹിക്കുമ്പോൾ എന്താണ്, അവ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും, നെഗറ്റീവ് എനർജിയെ ഒരു കാരണവശാലും നിങ്ങൾ ആകർഷിക്കരുത്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഫലം ഉറപ്പായും നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ പിന്നിൽ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കാര്യത്തെ ആകർഷിക്കുക, പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭ്യമാകുമെന്നുമാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കരുത് എന്നുമാണ് ഏഞ്ചൽസ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. എല്ലാവർക്കും ഈ റീഡിങ് പ്രയോജനപ്പെടുമെന്നും നിങ്ങൾക്കിതൊരു വഴികാട്ടിയായി തീരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.